ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് പൊരിച്ചതോ വറുത്തതോ പുഴുങ്ങിയതോ ഒന്നല്ല കേട്ടോ. ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു അച്ചാർ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ടോ എന്നാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉപ്പിലിട്ട് വെച്ചിട്ട് ആരും ഇവിടെ കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ഒരു ബൗളിലാക്കിയിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂണോളം ജീരകപ്പൊടിയാണ് കേട്ടോ, ചെറിയ ജീരകമാണ്. പിന്നെ ഒരു ടീസ്പൂൺ കടുക് പൊടിച്ചത് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു ടീസ്പൂണോളം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി സുറുക്ക ഒഴിച്ച് കൊടുക്കാം. വിനാഗിരി ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ച് ഇതുപോലെ അങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ പൊടികളെല്ലായിടത്തും എത്തുന്ന പോലെ ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു 10 മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാർ റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അച്ചാർ ഇഷ്ടമുള്ളവർ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സ് ചെയ്ത് വെച്ച ആ നെല്ലിക്ക ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കൈവിടാതെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കായപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. കായപ്പൊടി ഇല്ലാതെ ഒരു അച്ചാറില്ലല്ലോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള അച്ചാർ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.